എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി കോഴ്സിലേക്ക് സ്വാഗതം. നമ്മൾ പറയാറുണ്ട്, നിങ്ങൾക്ക് ഇന്ന് രാത്രി അവിടെ പോകേണ്ടി വരും, അവൾക്ക് ഇപ്പോൾ ഇവിടെ വരേണ്ടി വരും, നമുക്ക് നമ്മുടെ ജോലി ശരിയായ രീതിയിൽ ചെയ്യേണ്ടി വരും, എന്തെങ്കിലും കാര്യം ചെയ്യേണ്ടി വരും എന്ന് നമ്മൾ പറയാറില്ലേ? പറയാറില്ലേന്നോ? എന്നും പറയാറുണ്ട് അല്ലേ? അവിടെ പോകേണ്ടി വരും, നിനക്കിവിടെ വരേണ്ടി വരും അല്ലേ? എനിക്ക് നിന്നോട് അത് പറയേണ്ടി വരും, ചെയ്യേണ്ടി വരും. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടി വരും എന്ന് എങ്ങനെ നമുക്ക് ഹിന്ദിയിൽ പറയാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇവിടെ ഒരു വേർഡ് ഉണ്ട്, അതാണ് പടേക. എന്താണ്? പടേക. പടേക, പടേക. ഓക്കെ, പടേക. ഈ പടേക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചെയ്യേണ്ടി വരും എന്നാണ്. ചെയ്യേണ്ടി വരും എന്ന് വെച്ചാൽ കർണ പടേക. ഇവിടെ കർണ എന്ന് പറയുന്ന ബ്രാക്കറ്റ് ഉണ്ടോ? ഈ ഒരു വേർഡിനെ ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുകയാണ്. അതിന് കാരണം നമുക്കിവിടെ ഏതാണോ നമ്മൾ, അല്ലെങ്കിൽ ഏത് സെന്റൻസ് ആണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആ ക്രിയ, ആ ഒരു ക്രിയ ഇവിടെ ചേർക്കാം. ഞാൻ ഉദാഹരണം പറയാം. എനിക്ക് പറയണം പോവേണ്ടി വരും, പോകേണ്ടി വരും. പോവുക എന്ന് പറയാ, പോവുക, ജാന. ജാന എന്ന് ആദ്യം പറയാം, ജാനേന്നല്ല, ജാന. സിമ്പിളായിട്ട് ജാന, ജാന എന്ന് പറയാ, അല്ലെങ്കിൽ എഴുതുക. അതിനുശേഷം പടേക എന്ന് പറയുന്ന വേർഡ് ചേർത്ത് കൊടുക്കുക. അപ്പം എന്തായി? ജാന പടേക, പോവേണ്ടി വരും, വരേണ്ടി വരും. ആന, അത് ആന, വരുക കേട്ടോ. ആന എന്ന് പറഞ്ഞാൽ വരുക. ആന പടേക, വരേണ്ടി വരും, വരേണ്ടി വരും. അതുപോലെ സോന, ഉറങ്ങേണ്ടി വരും. നിനക്കിപ്പോൾ ഉറങ്ങേണ്ടി വരും എന്ന് പറയണം. എങ്ങനെ പറയാം? ആപ്കോ അഭി സോന പടേക. സോന പടേക, കർണ പടേക, ചെയ്യേണ്ടി വരും. അതുപോലെ ഖാന പടേക, കഴിക്കേണ്ടി വരും. അതുപോലെ പീന പടേക, കുടിക്കേണ്ടി വരും. ലിഖ്ന പടേക, എഴുതേണ്ടി വരും. പഠന പടേക, വായിക്കേണ്ടി വരും, പഠിക്കേണ്ടി വരും. അതുപോലെ പഠാന പടേക, പഠിപ്പിക്കേണ്ടി വരും. അതുപോലെ ബുലാന പടേക, ബോൽന പടേക, ഖേൽന പടേക, ദേഖ്ന പടേക, അതുപോലെ രഖ്ന പടേക. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക? നമ്മൾ ക്രിയ എഴുതിയതിനു ശേഷം അതിനുശേഷം തീർക്കുക, ജസ്റ്റ് പടേക എന്ന് പറയുന്ന ഒരു വേർഡ് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം എന്തായി? ചെയ്യേണ്ടി വരും, എന്തെങ്കിലും കാര്യം ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് ഓരോന്നാളും നോക്കാം. ഓക്കെ, നമ്മുടെ ഒന്നാമത്തെ സെന്റൻസ് ആണ്, അവർക്ക് ഇന്ന് അവിടെ പോകേണ്ടി വരും. എന്താ പറഞ്ഞത്? അവർക്ക് ഇന്ന് അവിടെ പോകേണ്ടി വരും. അപ്പൊ അവർക്ക് എന്താ പറയാ? അവർക്ക് പറയുള്ളൂ, അവർക്ക് ഉൻകോ അല്ലേ? എന്താണ്? ഉൻകോ. അപ്പൊ കൊണ്ടോ, അല്ലെങ്കിൽ ഉനേന്ന് പറയാം, ഉൻകോ എന്ന് പറയാം, ഉനേന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഉൻകോ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഉനേന്ന് എഴുതാം. ഉനേ, ഇന്ന്. ആജ്, അവിടെ. വഹ ഉണ്ടോ? വഹ ഇവിടെ കേട്ടോ, വഹ. വഹ, പോകേണ്ടി വരും, പോവുക. ആദ്യം ജാന എഴുതി, അതിനുശേഷം പടേക. അപ്പൊ എന്തായി? ഉനേ ആജ് വഹ ജാന പടേക, അല്ലെങ്കിൽ ഉൻകോ ആജ് വഹ ജാന പടേക. ഇനി എനിക്ക് പറയണം, അവർക്ക് നിർബന്ധമായിട്ടും അവിടെ പോകേണ്ടി വരും. അവർക്ക് നിർബന്ധമായിട്ടും അവിടെ പോകേണ്ടി വരും. അപ്പൊ നിർബന്ധമായിട്ടും എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഹിന്ദിയിൽ നമ്മൾ എന്ത് ചേർക്കുന്നറിയോ? ഹിന്ദിയിൽ നമ്മൾ കണ്ടോ, ഇവിടെ ഹീന്ന് ചേർത്താൽ മതി. ഹീ എവിടെ ചേർക്കേണ്ടത്? ചേർക്കേണ്ടത് സിമ്പിളാണ്. ഇവിടെ ഈ ക്രിയ ഉണ്ടല്ലോ, ക്രിയ നമ്മുടെ ജാന, ആന, പീന, ലിഖ്ന, ക്രിയ കഴിഞ്ഞ ശേഷം അവിടെ ചേർക്കുക. ഇങ്ങനെ ഹീ എന്നൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? ഹോ. ഉനേ ആജ് വഹാ ജാനാ ഹീ പടേക. എന്താണ്? ജാനാ ഹീ പടേക. ഉനേ ആജ് വഹാ ജാനാ ഹീ പടേക. അവർക്ക് ഇന്ന് അവിടെ പോകേണ്ടി വരും, നിർബന്ധമായിട്ട് പോകേണ്ടി വരും. ഹീ എന്ന് ചേർത്താൽ മതി, ഹീ ചേർത്താൽ മതി. ഇനി എനിക്ക് ഇതിന്റെ എന്ത് പറയണം? നെഗറ്റീവ് പറയണം. എങ്ങനെ പറയാം? ഉനേ ആജ് വഹാ നെഹി ജാന പടേക. ഉനേ ആജ് വഹാ നെഹി. അപ്പൊ നെഹി ചേർക്കുക. അവിടെ ഉണ്ടോ? ഇവിടെ ഈ ക്രിയയുടെ മുന്നേ, ക്രിയ ഉണ്ടല്ലോ, അത് മുന്നേ നെഹി ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? ഓക്കെ, നെഹി ചേർത്ത് കഴിഞ്ഞാൽ, നെഹി എന്ന് പറയുന്ന വേർഡ് ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? അത് എന്തായി മാറും? നെഗറ്റീവായി മാറും. നെഹി. ഉനേ ആജ് വഹാ നെഹി ജാന പടേക. ഓക്കെ, ഇവിടെ ഞാൻ മലയാളത്തിൽ ഉച്ചാരണം, സോറി, ഇംഗ്ലീഷിൽ ഉച്ചാരണം കൊടുത്തിട്ടുണ്ട്. ഉനേ ആജ് വഹാ ജാന പടേക. ഇനി നമ്മുടെ രണ്ടാമത്തെ സെന്റൻസ് ആണ്, എനിക്ക് നാളെ ആ ജോലി ചെയ്യേണ്ടി വരും. എനിക്ക് നാളെ ആ ജോലി ചെയ്യേണ്ടി വരും. അപ്പൊ എനിക്കെന്ന് പറയാം, എനിക്കെന്ന് പറയാം, മുജെ എന്ന് പറയാം, മുജ്കോ എന്ന് പറയാം, മേർക്കോ എന്ന് പറയാം. ഏതെങ്കിലും ഒരു വേർഡ് ചേർത്തോളൂ. ആണോ? ഇവിടെ മുജെ പറഞ്ഞു, മുജെ എന്ന് പറയാം, മുജ്കോ എന്ന് പറയാം, മേർക്കോ എന്ന് പറയാം. മുജെ നാളെ എന്താ പറയാ? കൽ. ആ അത് എന്ന് പറയില്ല, ആ വോ. എന്തായി? വോ.
ജോലി എന്ന് പറയാ കാം. അപ്പൊ എന്തായി? മുജേ കൽ വോ കാം ചെയ്യേണ്ടി വരും. അപ്പൊ ചെയ്യുക കർണ. കർണ എന്ന് എഴുതിയതിനു ശേഷം അല്ല അതിനുശേഷം പടേക ചേർക്കുക. അപ്പൊ എന്തായി? കർണ പടേക. ജസ്റ്റ് ഇവിടെ നിന്ന് എഴുതി കൊടുക്കുക. അപ്പൊ എന്തായി? മുജേ കൽ വോ കാം കർണ പടേക. മുജേ കൽ വോ കാം കർണ പടേക. ഓക്കെ. ഇവിടെ ഇങ്ങനെ പറയാറുണ്ട്, കർണി പടേഗി ആണോ, പടേഗി എന്ന് പറയാറുണ്ട്. പക്ഷെ പടേഗി അത് നമ്മൾ അടുത്തൊരു ക്ലാസ് നമ്മൾ എടുക്കും. കാരണം അത് ഇതിൻ്റെ കൂടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയം കൂടും. ഓക്കെ. പടേഗി എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ വരുമ്പോഴാണ്, ഒരു ഫെമിനൈൻ. അത് ഞാൻ അടുത്ത ക്ലാസ് വേറൊരു ക്ലാസ് ഞാൻ എടുക്കും. ഈ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ സംശയം കൂടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടോപ്പിക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ അവിടെ പടേഗി എന്ന് പറയുന്ന വേർഡും അവിടെ പോകണ്ട. ഇവിടെ പടേക എന്ന് നോക്കിയാൽ മതി. പടേക. ഓക്കെ. അപ്പോൾ പറയാം, എനിക്ക് നാളെ ആ ജോലി ചെയ്യേണ്ടി വരും. എങ്ങനെ പറയാം? മുജേ കൽ വോ കാം കർണ പടേക. ഇനി എനിക്ക് പറയണം, എനിക്ക് നാളെ ആ ജോലി നിർബന്ധമായും ചെയ്യേണ്ടി വരും. എനിക്ക് ആ ജോലി നിർബന്ധമായും ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ അപ്പം നമുക്ക് ഹി എന്ന് പറയുന്ന വേർഡ് ചേർക്കുക. എവിടെ ചേർക്കേണ്ടത്? കർണ എന്ന് പറയുന്ന ക്രിയയുടെ ശേഷം ഹി എന്ന് പറയുന്ന വേർഡ് ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? കണ്ടോ? ബിന്ദു വേണ്ട, ഹി ചേർത്ത് കഴിഞ്ഞായി? മുജേ കൽ വോ കാം കർണ ഹി പടേക. എന്തായി? മുജേ കൽ വോ കാം കർണ ഹി പടേക. എനിക്ക് നാളെ ആ ജോലി നിർബന്ധമായും ചെയ്യേണ്ടി വരും എന്നായി. ഇനി നമുക്കിതിൻ്റെ നെഗറ്റീവ് പറയാം. എങ്ങനെ? നെഗറ്റീവ് പറയുമ്പോൾ നെഹി എന്ന് പറയുന്ന വേർഡ് കർണ എന്ന് പറയുന്ന ക്രിയയുടെ മുന്നേ ചേർക്കുക. മുജേ കൽ വോ കാം ഉണ്ടോ, നെഹി ചേർക്കുക. എന്തായി? മുജേ കൽ വോ കാം നെഹി കർണ പടേക. മുജേ കൽ വോ കാം നെഹി കർണ പടേക. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്താണ്, അവൾക്ക് ഇന്ന് വൈകുന്നേരം ഇവിടെ വരേണ്ടി വരും. അവൾക്ക് ഇന്ന് വൈകുന്നേരം ഇവിടെ വരേണ്ടി വരും. എങ്ങനെ പറയാം? അവൾക്ക് ഉസ്കോ. എന്താണ്? ഉസ്കോ ഇന്ന് വൈകുന്നേരം. എങ്ങനെ പറയാം? ആജ് ഷാം കോ. ഇന്ന് വൈകുന്നേരം ആജ് ഷാം കോ. അപ്പൊ നമ്മൾ എഴുതിയല്ലോ ഉസ്കോ ആ ഷാം കോ. ഇവിടെ എന്താ പറയാ? യഹാ എഴുതി. അപ്പൊ എന്തായി? ഉസ്കോ ആ ഷാം കോ യഹാ വരേണ്ടി വരും. വരുക എന്താ പറയാ? ആന എഴുതിയ ശേഷം ചേർക്കുക, പടേക ചേർക്കുക. അപ്പൊ എന്തായി? ഉസ്കോ ആജ് ഷാം കോ യഹാ ആന പടേക. ഉസ്കോ ആ ഷാം കോ യഹാ ആന പടേക. ഇനി എനിക്ക് പറയണം, അവൾക്ക് ഇന്ന് വൈകുന്നേരം നിർബന്ധമായും ഇവിടെ വന്നേ പറ്റൂ, അല്ലെങ്കിൽ വരണം എന്ന് പറയണം. ഓക്കെ. വന്നിരിക്കണം, വരേണ്ടി വരും. വന്നിരിക്കുന്നല്ല, വരേണ്ടി വരും. സോറി. പറയാ അവൾക്ക് ഇന്ന് വൈകുന്നേരം നിർബന്ധമായിട്ടും ഇവിടെ വരേണ്ടി വരും എന്ന് പറയണം. അപ്പൊ പറയാം, ഉസ്കോ ആ ഷാം കോ യഹാ ആന ഹി. ആന എന്ന് പറയുന്ന ക്രിയയുടെ ശേഷം ഹി ചേർക്കുക. അപ്പൊ എന്തായി? ഉസ്കോ ആ ഷാം കോ യഹാ ആന ഹി പടേക. ഇനി നെഗറ്റീവ് ആണെങ്കിലോ സിമ്പിളാണ്. നമുക്ക് ഈ ആന എന്ന് പറയുന്ന ക്രിയയുടെ മുന്നേ നെഹി ചേർത്തേക്കാം. അപ്പൊ എന്തായി? നെഹി ചേർത്തോളൂ. ആണോ? ഉസ്കോ ആ ഷാം കോ യഹാ നെഹി ആന പടേക. ഓക്കെ. യെസ്. അപ്പോൾ ഇവിടെ പടേക എന്നാണ് ചേർക്കേണ്ടത്. ഓക്കെ. പടേക അല്ലാതെ പടേകിന്ന് ചേർക്കരുത്. പടകി എന്ന് പറയുന്ന വേറൊരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഇവിടെ അവൾ എന്ന് എഴുതുമ്പോൾ അപ്പോഴല്ല നമ്മൾ പടകിന്ന് എഴുതേണ്ടത്. ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലാസ് എടുക്കാത്തത്. ഓക്കെ. ഇവിടെ ചെയ്യുന്ന ആളുണ്ടല്ലോ, ചെയ്യുന്ന ആൾ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും, ഒരു ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അതൊന്നും വിഷയമല്ല. അവിടെ പടേക എന്നാണ് വരിക. ലാസ്റ്റ് പടേക എന്നാണ് വരിക. പടേകി എന്ന് വരുന്ന ഒരു വേറൊരു ടോപ്പിക് തന്നെ ഞാൻ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. നിനക്ക് വീണ്ടും വീണ്ടും അവനെ കാണേണ്ടി വരും. ഓക്കെ. അപ്പോൾ വീണ്ടും വീണ്ടും എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു ഫ്രേസ് ഉണ്ട്, അറിയാലോ, വാക്കുണ്ടല്ലോ. എന്താണ്? ബാർ. അപ്പോൾ അത് നിനക്ക് എന്ന് പറയാം ആപ്കോ, അല്ലെങ്കിൽ തുംകോ, തുമേ പറഞ്ഞൂടെ? നിനക്ക്, തുമേ, അല്ലെങ്കിൽ തുംകോ, ആപ്കോ, ഏത് എഴുതിക്കോളൂ, കുഴപ്പമില്ല. ആപ്കോ വീണ്ടും വീണ്ടും, ബാർ. ആപ്കോ ബാർ. നിനക്ക് വീണ്ടും വീണ്ടും അവനെ എന്താ പറയാ? ഉസ്സേ എന്ന് പറയാം. ഓക്കെ. ഉസ്സേ കാണേണ്ടി വരും പറയാ. കാണുക മിൽന എഴുതിയതിനു ശേഷം പടേക. അപ്പൊ എന്തായി? ആപ്കോ ബാർ ഉസ്സേ മിൽന പടേക. ഇനി എനിക്ക് പറയണം, നിനക്ക് നിർബന്ധമായും വീണ്ടും വീണ്ടും അവനെ കാണേണ്ടി വരും എന്ന് പറയാം. അപ്പൊ പറയാം, അപ്പോൾ ഹി എന്ന് പറയുന്ന വേർഡ്
നമ്മുടെ ക്രിയയുടെ ശേഷം ചേർക്കുക. അപ്പം എന്തായി? ആപ്കോ ബാർ ബാർ ഉസ്സെ മിൽനാ ഹി പടേഗ. കണ്ടോ? എന്തായി? ഹി ചേർത്തോളൂ. ആപ്കോ ബാർ ബാർ ഉസ്സെ മിൽനാ ഹി പടേഗ. മിൽനാ ഹി പടേഗ. ഇനി ഇതിൻ്റെ നെഗറ്റീവ് സിമ്പിളാണ്. എന്താണ്? ആപ്കോ ബാർ ബാർ ഉസ്സെ നെഹി മിൽനാ പടേഗ. നെഹി മിൽനാ പടേഗ. ഇനി നമ്മുടെ അവസാനത്തെ സെന്റൻസ് നോക്കാം. നമുക്കെല്ലാവർക്കും ഇന്ന് രാത്രി കല്യാണത്തിന് പോകേണ്ടി വരും. കല്യാണം എന്ന് പറയാം, കല്യാണം ഷാദി എന്ന് പറയാം. ഷാദി. ഓക്കെ, അപ്പം നമുക്കെല്ലാവർക്കും അറിയാം. നമുക്കെല്ലാവർക്കും ഹം സബ്കോ. എന്താണ്? ഹം സബ്കോ. ഹം സബ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഇന്ന് രാത്രി ആജ് രാത് കോ കല്യാണത്തിന്, ഷാദിമേ, കല്യാണത്തിൽ. ഓക്കെ, ഷാദിമേ പോകേണ്ടി വരും. ജാന പടേഗ. അപ്പം എന്തായി? ഹം സബ്കോ ആജ് രാത് കോ ഷാദി മേ ജാന പടേഗ. ഹം സബ്കോ ആജ് രാത് കോ ഷാദി മേ ജാന പടേഗ. ഇനി എനിക്ക് പറയണം, നമുക്ക് എല്ലാവർക്കും നിർബന്ധമായിട്ടും കല്യാണത്തിന് പോകണം ഇന്ന് രാത്രി. എങ്ങനെ പറയാം? ഹം സബ്കോ ആജ് രാത് കോ ഷാദി മേ ജാന ഹി പടേഗ. അപ്പോൾ ജാന എന്ന് പറയുന്ന ക്രിയയുടെ ശേഷം എന്ത് ചേർക്കുക? ഹി ചേർത്ത് കഴിഞ്ഞാൽ സിമ്പിളായി. എന്തായി? ഹം സബ്കോ ആജ് രാത് കോ ഷാദി മേ ജാന ഹി പടേഗ. ഇനി ഇതിൻ്റെ നെഗറ്റീവ് എഴുതാം. എങ്ങനെ? ഹം സബ്കോ ആജ് രാത് കോ ഷാദി മേ നെഹി ജാന പടേഗ. ജാന എന്ന് പറയുന്ന ക്രിയയുടെ മുന്നേ നെഹി ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? അത് നെഗറ്റീവായി മാറും. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു 3-4 പറ്റുമെങ്കിൽ 5-6 സെൻറ്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് കൊമന്റ് ബോക്സ് അയക്കുക. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തോളാം. അതുപോലെ പ്ലീസ് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. आप सबको मेरा बहुत बहुत धन्यवाद.